മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. വൈകിട്ടോടെ ഉണ്ടായ തീപിടുത്തത്തിൽ പുൽമേടുകളും ജൈവവൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിൽ ബുധനാഴ്ച വൈകിട്ടോടെയാണ് തീപിടുത്തമുണ്ടായത്. മാടായിപ്പാറയിലെ മാടായിക്കാവ് ബസ് സ്റ്റോപ്പിന് പിറകുവശത്തായാണ് തീപിടുത്തമുണ്ടായത്. നിമിഷനേരം കൊണ്ട് പാറയിലെ അപൂർവമായ സസ്യങ്ങളും ജന്തുവൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. സാമൂഹ്യ വിരുദ്ധർ തീയിടുന്നതാകാം അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തത്തിന് കാരണമെന്നാണ് ആക്ഷേപമുയരുന്നത്. പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് തീയണച്ചത്. ഇത്തവണ 10-ലധികം തവണയാണ് മാടായിപ്പാറയിൽ തീപിടുത്തമുണ്ടായത്. പയ്യന്നൂരിൽ നിന്നും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് അഗ്നിശമന സേന ഇവിടേക്ക് എത്തുന്നത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ തോമസ് ഡാനിയലിന്റെ നേതൃത്വത്തിലാണ് തീയണച്ചത്. ഒരു 20ഓളം ഫയർ കോളുകൾ ആകെ ഉണ്ടായിട്ടുണ്ട് സ്റ്റേഷനിൽ. പക്ഷെ അതിലൊരു 11ഓളം കോള് ഈ മാടായിപ്പാറയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ പുല്ല് തീ പിടിച്ച് കത്തിക്കയറി കൂടുതലും കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കോള് ഈ കോളേജ് പിള്ളേർ തന്നെ അവരും കൂടെ സഹായിച്ച കെടുത്തിയത്. ഇതൊരു ദുരന്തമായിട്ട് തന്നെ പറയാം. കാരണം ഇത്രയും ഈ പുല്ലുകളൊക്കെ ഉണങ്ങി നിൽക്കുന്നത് ആൾക്കാർ ശ്രദ്ധയില്ലാതെ ഒരുപക്ഷെ സൈഡ് തീയിടുന്നോ അല്ലെങ്കിൽ സിഗരറ്റ് കത്തിച്ചിടുന്നോ ഒക്കെ ആകാം. അതിൽ പൊതുജനങ്ങളും കൂടെ കുറച്ച് ശ്രദ്ധ ചെലുത്തണം, എന്നാലേ ഇത് നമുക്ക് മാനേജ് ചെയ്യാനൊക്കത്തുള്ളൂ. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ പി വിജയൻ, അരുൺ കെ നമ്പ്യാർ, എം നന്ദകുമാർ, കലേഷ് വിജയൻ, ടി കെ സതീഷ്, ജിനോ ജോൺ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. പഴയങ്ങാടി കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.